അല്പം മുൻപ് തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് തമ്പാനൂരിൽ ഒരു യുവതിയെ കഴുത്തറുത്ത് കൊന്നതിനു ശേഷം ഒപ്പമുണ്ടായിരുന്ന മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തുവരുന്നത്. പേയാട് സ്വദേശി കുമാറാണ് യുവതിയെ കഴുത്തറുത്ത ശേഷം ആത്മഹത്യ ചെയ്തത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, തിരുവനന്തപുരത്ത് തമ്പാനൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ ഹൃദയമാണ്. അവിടെ KSRTC ബസ് സ്റ്റാൻഡ് അത്രയേറെ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അതിനകത്തൊരു ലോഡ്ജ് മുറിയിലാണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? സുജ, എനിക്ക് വലതുവശത്ത് കാണുന്നതാണ് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡ്. ആ KSRTC ബസ് സ്റ്റാൻഡിനോട് തൊട്ട് ചേർന്ന് എനിക്ക് ഇടതുവശത്തായാണ് ഈ കുടിയിൽ ടൂറിസ്റ്റ് ഹോം. ഈ ടൂറിസ്റ്റ് ഹോമിൽ കഴിഞ്ഞ 10-ാം തീയതിയാണ് കുമാറും ആശയും മുറിയെടുത്തത്. പക്ഷേ ഇന്നലെ പകൽ മുഴുവൻ ഈ ഹോട്ടൽ ജീവനക്കാർ സാധാരണയായി മുറിയിൽ ഈ ക്ലീനിങ്ങിനും മറ്റുമായി എത്തി ഡോറിൽ മുട്ടി വിളിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പലതവണ മുട്ടി വിളിച്ചിട്ടും ഈ റൂം തുറക്കാൻ തയ്യാറായില്ല. ഇന്ന് രാവിലെയും സമാനമായ സാഹചര്യം. അങ്ങനെയാണ് തമ്പാനൂർ പോലീസിനെ ജീവനക്കാർ വിവരമറിയിക്കുന്നത്. പോലീസ് എത്തി ഡോർ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ച നിലയിൽ ആശ നിലത്ത് കഴുത്തറുത്ത നിലയിൽ കിടക്കുന്നതാണ്. തൊട്ട് സമീപത്തായി തൂങ്ങി മരിച്ച നിലയിൽ കുമാറിനെയും കാണുകയായിരുന്നു. ഇവർ രണ്ടുപേരും പേയാട് സ്വദേശികളാണ്. കുമാർ വിവാഹമോചിതനാണ്. 52 വയസ്സുണ്ട് കുമാറിന്. 42 വയസ്സാണ് ആശയ്ക്ക്. ആശയുടെ കുടുംബ പശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നതേയുള്ളൂ. ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ തമ്പാനൂർ പോലീസ് ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഇവർ തമ്മിലുണ്ടായ തർക്കം പെട്ടെന്ന് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നോ അതോ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണോ കുമാർ ഇവിടെ മുറിയെടുത്തത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇവർ ഈ ഹോട്ടലിൽ മുറിയെടുത്തത്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ റൂം ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികളിലേക്കൊക്കെ കടക്കുക. ഈ മുകളിലത്തെ നിലയിലാണ്, അതായത് ഇതിന് തൊട്ട് മുകളിലായി കാണുന്ന നിലയിലാണ് ഈ റൂമുള്ളത്. അവിടെ പോലീസ് അവിടേക്ക് കയറുന്ന വഴികൾ സീൽ ചെയ്തിരിക്കുകയാണ്. അവിടെ വിശദമായ പരിശോധനകൾ അല്പസമയത്തിനകം പോലീസ് ആരംഭിക്കും. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്കും അവിടേക്ക് കടന്നു പോകുന്നതിന് പരിമിതികളുണ്ട്. രാവിലെയാണ് ഇത്തരത്തിൽ ഹോട്ടൽ ജീവനക്കാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് അവർ തമ്പാനൂർ പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി റൂമിന്റെ ഡോർ ചവിട്ടിപ്പൊളിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ മരിച്ച നിലയിൽ രണ്ടുപേരെയും കാണപ്പെട്ടത്. എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം എന്നത് സംബന്ധിച്ച സൂചനകളൊന്നും തന്നെ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കാൻ പോകുന്നതേയുള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ കുമാർ വിവാഹമോചിതനാണ്. ഇവർക്ക് കുറച്ചധികം നാളുകളായി ആശ എന്ന 42-കാരിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യമാണ് ഇതുവരെ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ ഇതിലേക്ക് നയിച്ച എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്നതടക്കം വിശദമായ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. റൂം തുറന്ന് ഈ റൂമിനുള്ളിൽ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധന അടക്കം അല്പസമയത്തിനകം ആരംഭിക്കും. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികളും വൈകാതെ തന്നെ ആരംഭിക്കും. അതിന് മുന്നോടിയായി ഈ റൂം ബുക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ജീവനക്കാർ നൽകിയിട്ടുള്ള ID കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തിന്റെ നഗരഹൃദയത്തിലാണ് തമ്പാനൂരിൽ ലോഡ്ജിൽ മധ്യവയസ്കൻ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത്. മുറി തുറക്കാത്തതിനെ തുടർന്ന് ലോഡ്ജ് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് വന്ന് പരിശോധിക്കുമ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്.